ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഫിഷ് ടാങ്കിൽ വേസ്റ്റ് എങ്ങനെ വലിച്ചു കളയാമെന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ വന്നിട്ടുണ്ട് നമ്മൾ ഗപ്പീസിൻ്റെ ടാങ്കിൽ വാട്ടർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ ഫുള്ളായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളെ കണ്ടന്റ് ഇന്ന് ഇതാണ്, ഫിഷ് ടാങ്കിലെ വേസ്റ്റ് എങ്ങനെ വലിച്ചു കളയാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തിനാ ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറിൽ കാണുന്നൊക്കെ ഗപ്പീസിൻ്റെ കാഷ്ടാണ്. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, നമ്മൾ ഗപ്പീസിന് കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവും, പിന്നെ അവരെ വേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആഴ്ചയിൽ കൂടുമ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ ക്ലീൻ ചെയ്യല്, പിന്നെ ആ ബേസിനിലൊക്കെ നമ്മൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്യലുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളുടെ ടാങ്കിൽ ചെറിയ ഫ്രൈസിനെ സൈസാക്കി എടുക്കുന്ന ആ ടാങ്കിലാണ്, അതിലും എങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരുപാട് ടാങ്കുകൾ അങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളതുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ്, ഈ കാണുന്ന എല്ലാ ഫ്രിഡ്ജ് ബോക്സും ഇപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനാണ്, ഇത് ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ കണ്ടോ ഈ കാണുന്നൊക്കെ ഗപ്പീസിൻ്റെ വേസ്റ്റാണ്. ഈ ടാങ്കിലൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. ഇത് ഒരുപാടായ നമ്മൾ പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഗപ്പീസ് ചാവാനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഈ ടാങ്കിലൊക്കെ ഒരുപാട് വേസ്റ്റ് ഉണ്ട്, ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണ്. പിന്നെ ഈ ടാങ്കിലുണ്ട്, ഇതൊക്കെ ഉണ്ട്, പിന്നെ ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഫുഡിൻ്റെ വേസ്റ്റ് അങ്ങനെ വരലില്ല. നമ്മൾ ഈ ഫീഡിങ് ട്രേ എപ്പോഴും ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരെ കാണുക. ഇത് നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യുന്നതാണ്. ഗപ്പീസിന് തീറ്റ ഇതിലാണ് ഇട്ട് കൊടുക്കുക, പിന്നെ അവർ കഴിക്കാത്ത അതിൽ കിടക്കും. പിന്നെ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ആ ഫുഡ് കളയുക ചെയ്യുക. പിന്നെ മെയിനായിട്ട് അവരെ കാശിട്ട വേസ്റ്റാണ് അധികം ഉണ്ടാവലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എല്ലാവർക്കും തോന്നും, ഏത് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സാധനമാണ്, ഈ കാണുന്ന ഈ പമ്പാണ്. ഇത് നമുക്ക് സാധാരണ അക്വേറിയം ഷോപ്പിൽ, പിന്നെ ഗപ്പീസ് ബ്രീഡ് ചെയ്യുന്ന ബ്രീഡർമാരുടെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഈ സാധനം ഉണ്ട്. നമുക്ക് ചെറിയ റേറ്റ് കൊടുത്ത് ഈ സാധനം കിട്ടും, നമുക്ക് ഒരുപാട് കാലത്തിന് സാധനം ഉണ്ടാവും. ഇത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുക. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ പൈപ്പിൻ്റെ പ്രശ്നമല്ലേ, പൈപ്പ് നമുക്ക് മുറിച്ചിട്ട് അത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, ഒരു തല ടാങ്കും പിന്നെ ഇതൊന്ന് വലിച്ചൂരി കൊടുത്താൽ അപ്പോൾ വെള്ളം അങ്ങനെയും പോകും. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. ഇനി ഞാൻ വലിക്കണേ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വെള്ളം വരും. പ്രസ് ചെയ്ത് കൊടുക്കുക, വെള്ളം ഇതാ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇതിങ്ങനെ ഇതാ വേസ്റ്റിലോടുത്ത് നമ്മൾ ഇങ്ങനെ പിടിക്കണ വേസ്റ്റ് കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇത് സിമ്പിളാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഈ പൈപ്പിലൊക്കെ ചെയ്യുമ്പോൾ അത് ഊതണം, പിന്നെ നിൽക്കുകയൊക്കെ ചെയ്യും. ഇത് നമുക്കത് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. പിന്നെ ഇത് അക്വേറിയം കടൽ ഉണ്ട് സാധനം, സാധാരണ അക്വേറിയം ഷോപ്പിൽ പിന്നെ ബ്രീഡർമാരുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട്. നമുക്കൊരു ചെറിയ റേറ്റ് കൊടുത്ത് ഈ സാധനം കിട്ടും. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തു. ഇവിടെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിയാനായി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിൽ എല്ലാതും അതേപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം വെള്ളമാണ് ഇതിലുണ്ടാകുന്നത്. നമ്മൾ ഇത്രത്തോളം ഇന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ആ വേസ്റ്റ് ഉൾപ്പെടെയാണ് വലിച്ച് കളഞ്ഞിട്ടില്ലേ. ഇനി നമുക്ക് ഇത്ര വെള്ളം ഇതിൽ ആഡ് ചെയ്യും വേണം. ഫ്രണ്ട്സ് നമ്മൾ ഇത്രത്തോളം വെള്ളമാണ് ഇന്ന് ഒഴിവാക്കിയത്. പിന്നെ നമ്മൾ ഇത്രത്തോളം വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ഉൾപ്പെടെ നമ്മൾ വലിച്ച് കളഞ്ഞു, എന്നിട്ട് അതേ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിക്ക് കല്ലുപ്പ് ഇത്ര പിടി, ഇത്ര കല്ലുപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഈ കല്ലുപ്പ് ഇടുന്നത് നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഇനി ഈ കാണുന്ന ടാങ്കുകളൊക്കെ നമുക്ക് അതേപോലെ ക്ലീൻ ചെയ്യാനാണ്. ഇത് ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ്. ഇനി ആ ചെറിയ ബേസിൽ എങ്ങനെ ക്ലീൻ ചെയ്യണമാണ് ഉണ്ട്. നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യണത് ഇതായി ചെറിയൊരു ഹോസാണ്. ഇത് നമുക്ക് മേടിക്കാനേ കിട്ടും. ഇതൊരു മീറ്ററിന് ഒരു 40 റുപ്യ അത്രയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഈ തലപട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ വലിച്ചു ഊരി കൊടുക്കുകയും ചെയ്തിരിക്കണ്. അവിടെ വെള്ളം കൂടെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വേസ്റ്റ് കാണുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഓസ് കൊടുത്തു വേണ്ട, വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണ്. അതേപോലെയാണ് കുട്ടികളെ ചെയ്യുക. പിന്നെ വലിയ ഓസ് യൂസ് ചെയ്യരുത്, അപ്പോൾ ഫിഷുകളൊക്കെ കയറി പോവും. പിന്നെ വെള്ളം പെട്ടെന്ന് കഴിയും ചെയ്യും. അപ്പോൾ ഈ ചെറിയ ഓസ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. ടാങ്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ട്രയൽ കുട്ടികളെ ഒരു 3 ആഴ്ചത്തോളമാണ് ഇതിൽ സൈസാക്കാൻ ഇടൽ. ഇതിന്ന് സൈസായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റുന്നത്. 2 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ കുട്ടികളെ ടാങ്ക് ക്ലീൻ ചെയ്യണത്. ഇങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഫിഷിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ കുട്ടികളെ വാട്ടർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ട്രയൽ കാണുന്ന കുട്ടികൾ 2 ആഴ്ചത്തോളം പ്രായമായ കുട്ടികളാണ്. അതിൻ്റെ ഗ്രോത്താണ് ഈ കാണുന്നത്. നമ്മൾ കുട്ടികളെ ടാങ്കിൽ വേസ്റ്റ് വലിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രത്തോളം വെള്ളം നമ്മൾ വേസ്റ്റ് ഉൾപ്പെടെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ വെള്ളം ആഡ് ചെയ്യണം. നമ്മളങ്ങനെ വാട്ടർ ചേഞ്ച് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഗപ്പീസുകൾ ചത്തുപോകും. ഒരുപാട് ആൾക്കാർക്ക് ഫിഷുകൾ വെറുതെ ചത്തുപോകും. അതിൻ്റെ 3ാമത്തെ കാരണം ഫിഷ് ടാങ്കിൽ വേസ്റ്റ് വലിച്ച് കളയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ ടാങ്ക് കണ്ട് നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫിഷിനൊന്നും പറ്റില്ല. നല്ല ഫിഷ് ചത്തുപോകാൻ മെയിൻ കാരണം അതിൻ്റെ അടിയിൽ വരുന്ന അമോണിയാണ്. അത് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ ടാങ്കുകളും അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗപ്പീസിൻ്റെ ടാങ്കുകൾ അങ്ങനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാതെ ഇരുന്നാൽ ഫിഷിന് ഒരുപാട് അസുഖങ്ങൾ, പിന്നെ ഗ്രോത്ത് ഒന്നും വരില്ല. വാട്ടർ ചേഞ്ച് ചെയ്താൽ നല്ല ഗ്രോത്ത് വരും. പിന്നെ നല്ല ക്വാളിറ്റി ഫിഷിനുണ്ടാവും. എപ്പോഴും നല്ല എനർജി ആയിരിക്കും ഫിഷുകളിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്ലീൻ ചെയ്താൽ ഈ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. വാട്ടർ ക്വാളിറ്റി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുക. വാട്ടർ ക്വാളിറ്റി നമ്മൾ നിലനിർത്താൻ പഠിച്ചാൽ നമ്മളെ ഫിഷുകൾ അധികമായിട്ട് ചത്തുപോകില്ല. വാട്ടർ ക്വാളിറ്റി നമ്മൾ എപ്പോഴും ചെയ്യുക, അല്ലെങ്കിൽ ഫിഷിന് ഒരുപാട് അസുഖങ്ങൾ വരും. ഇപ്പോൾ വലിയ ഫിഷ് ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്ന ഫിഷുകളൊക്കെ വെച്ചാൽ ഒരാഴ്ച കൂടുമ്പോൾ അതിൽ വാട്ടർ ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ചെറിയ ബേസിൽ കുട്ടികളൊക്കെ ചെയ്യുക വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക. നിങ്ങൾക്ക് ഫിഷുകളെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ നമ്പർ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.